السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നിത്യ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ദിക്റുകൾ, ദുആകൾ, ഇവയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന ഒട്ടേറെ ദിക്റുകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഏറെ സുപ്രധാനമായ ഒരു കാര്യമാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ ശക്തമായ മഴയും ഇരുട്ടുമൊക്കെയുള്ള രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ കണ്ടുമുട്ടുകയും ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, കുൽ, നീ ഇപ്രകാരം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്ത് പറയണമെന്നറിയാതെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, നീ പറയുക. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. അവസാനം വീണ്ടും എന്നോട് കുൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, മാ അഖൂൽ, എന്താണ് ഞാൻ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു തന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹു സലാസ മറാത്തിൻ തക്ഫീക മിൻ കുല്ലി ശൈഇൻ. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി റഹിമഹുല്ലാഹ്. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് പ്രഭാതത്തിലായാലും പ്രദോഷത്തിലായാലും ഒക്കെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനയും 3 തവണ പാരായണം ചെയ്യണം എന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകളും നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രഭാതത്തിൽ 3 തവണയും പ്രദോഷത്തിൽ 3 തവണയും നമ്മൾ ചൊല്ലൽ പ്രത്യേകം പുണ്യമുണ്ട്. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? തക്ഫീക മിൻ കുല്ലി ശൈഇൻ എന്നാണ്. എല്ലാ കാര്യത്തിൽ നിന്നും നിനക്ക് അത് മതിയാകുന്നതാണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. എല്ലാ കാര്യത്തിൽ നിന്നും മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറുകളിൽ നിന്നും നമുക്കത് കാവലാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ബറക്കത്ത്, റഹ്മത്ത്, അനുഗ്രഹങ്ങൾ, അതിനൊക്കെ അത് കാരണമാണ്. ഏത് വിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമുക്കത് തന്നെ മതി എന്നുള്ള ഒരു പ്രത്യേകമായ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആർക്കാണിത് മനഃപ്പാടമില്ലാത്തത്? സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനയും നിരവധി തവണ നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. 5 നേര നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ തവണ വീതം ഇത് പറയൽ നമുക്ക് സുന്നത്തുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ എന്താണ്? പ്രഭാതത്തിൽ അഥവാ സുബഹിന്റെ ശേഷം, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ആയി പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അതേപോലെ മഗ്രിബിന്റെ തൊട്ട് മുമ്പായി പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സാധ്യമായില്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷവും നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഇത് 3 തവണ. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് അതന്നെ 3 തവണ, അതുപോലെ തന്നെ ഫലഖ് 3 തവണ, നാസ് 3 തവണ. ഇനി അതല്ലെങ്കിൽ ഓരോന്നും ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലഖ്, നാസ് ഓരോ തവണ ഓതുക, വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ എങ്ങനെയായിരുന്നാലും 3 തവണ ഇത് പറയാൻ നമുക്കെന്ത് പ്രയാസമാണുള്ളത്? എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്കത് മതി എന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. കാരണം ഒന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസാണ്. സുലുസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണത്. വിശുദ്ധ ഖുർആനിന്റെ 3ൽ ഒരു ഭാഗമായിട്ടാണ് എന്തറിയപ്പെടുന്നത്? സൂറത്തുൽ ഇഖ്ലാസ്. അത്രത്തോളം മഹത്വം അതിനുണ്ട്. കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന്റെ കാര്യത്തിലുള്ള നമ്മുടെ ഇഖ്ലാസാണ് അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവന് ഈക്വലായി, അവന് സമനായി ആരും തന്നെ ഇല്ല, അവന് ഇണയില്ല, തുണയില്ല, മക്കളില്ല, അവൻ സ്വയം പര്യാപ്തനാണ് തുടങ്ങി അവൻ ആരുടെയും ആശ്രയമില്ല എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ വ്യക്തമായും സ്പഷ്ടമായും പ്രഖ്യാപിക്കുന്ന മഹത്തായ 2 വരി മാത്രമുള്ള അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത്രയും മഹത്വം അതിനുണ്ട്. അതുകൊണ്ട് ആ മഹത്വവും അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് നമ്മളത് 3 തവണ ചൊല്ലുക. അതേപോലെ സൂറത്തുൽ ഫലഖ്, റഹ്മാനായ റബ്ബിനോടുള്ള കാവൽ തേട്ടമാണത്. നമുക്ക് ഏതെല്ലാം ഷർറുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഖേന ഉണ്ടാകുന്നുണ്ടോ അവയിൽ നിന്നെല്ലാം കാവൽ തേടുകയാണ്. രാത്രി ഇരുൾ മൂടിയാൽ ഉണ്ടാകുന്ന ഒരുപാട് ഫിത്നകളുണ്ട്. രാവായി കഴിഞ്ഞാൽ ഒരുപാട് ഷർറുകളുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിനോട് അതിൽ കാവൽ തേട്ടമുണ്ട്. അതേപോലെ തന്നെ നമുക്കെതിരെ മാരണവിദ്യകളും അതേപോലെയുള്ള കൂടോത്ര വിദ്യകളും ഒക്കെയുള്ള പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കെട്ടുകളിൽ ഊതുന്ന അത്തരത്തിലുള്ള സാഹിറുകളുടെ, സിഹിറന്മാരുടെ, മാരണക്കാരുടെ ആ വിധത്തിലുള്ള കെണിവലകൾ ലോകത്തുണ്ട്.
അവരുടെ ഷർറിൽ നിന്ന് കാവൽ തേട്ടം അതിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് അസൂയ വെച്ച് പുലർത്തുന്ന പല ആളുകളും ഉണ്ടാകും. നേർക്ക് നേരെ അസൂയ വെച്ച് പുലർത്തുന്ന ശത്രുക്കളുണ്ടാകും, ഉള്ളിൽ തന്നെയുള്ളവരുണ്ടാകും. ഏതെല്ലാം വിധത്തിൽ ആരൊക്കെ അസൂയ വെച്ച് പുലർത്തി അതുകൊണ്ട് നമുക്ക് തിന്മ വരാമോ, അതിൽ നിന്നൊക്കെ റബ്ബിനോട് കാവൽ തേട്ടമാണ് സൂറത്തുൽ ഫലഖിലുള്ളത്. അതൊക്കെ ഓർത്ത് പറഞ്ഞ് കൃത്യമായി അത് നിർവഹിക്കുന്ന ആളുകൾക്ക് പിന്നെ ഇതൊന്നും ഭയപ്പെടേണ്ടി വരില്ല. കാരണം കാവൽ ആരോട് തേടേണ്ടതുണ്ടോ ആ കൃത്യമായ അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടിക്കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ മുത്ത മുസ്തഫ പറയുന്നത് തക്ഫീക മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും നിനക്കത് തന്നെ മതി എന്ന്. അതേപോലെ തന്നെ വസ്വാസുകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന മനുഷ്യ പിശാചുക്കളുണ്ട്, ജിന്ന് പിശാചുക്കളുണ്ട്. പിശാചുക്കൾ രണ്ട് തരത്തിലുണ്ട്. മനുഷ്യനും ദുർബോധനം നടത്തും, പിശാചുക്കളും ദുർബോധനം നടത്തും. അതിൽ നിന്നൊക്കെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുകയാണ് സൂറത്തുൻ നാസിൽ. അതൊക്കെ ഒരു കേവലം നമ്മുടെ മനസ്സറിയാത്ത ഒരു നാവ് കൊണ്ടുള്ള സംസാരങ്ങളായി മാത്രം തരം താഴാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിനൊരു വലിയ ഔന്നത്യബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഉന്നതമായ വചനങ്ങളാണ് ഞാൻ പറയുന്നത്, ആശയ ഗാംഭീര്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ഒരിക്കലും ഒഴിവാക്കാതെ 3 തവണ രാവിലെയും 3 തവണ വൈകിട്ടും ഈ 3 അധ്യായങ്ങളും പാരായണം ചെയ്യുവാൻ പരിശ്രമിക്കുക. നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണത്, അനുസരണമുള്ളവരാവുക. റഹ്മാനായ റബ്ബ് പ്രവാചക അധ്യാപനങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന വിനയമുള്ളവരിൽ, അനുസരണ ബോധമുള്ളവരിൽ, പ്രവാചക സ്നേഹികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.